ഹലോ നമസ്കാരം. ഇന്ന് ടേസ്റ്റി ആൻഡ്സിൻ്റെ ഒരു തോരനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനാണ്. അതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഒരു മറ്റേത് 2 കപ്പ് ഇടിച്ചക്ക നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ളതാണ്, കഴുകി നുറുക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വാഴക്കുടപ്പനുണ്ടല്ലോ, വാഴക്കൂമ്പ്, വാഴമാണി എന്നൊക്കെ പറയണത്, അതൊരു 2 കപ്പ് കഴുകി ഉപ്പൊക്കെ ഇട്ട് കറയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കപ്പ് തേങ്ങയുണ്ട്, ഒരു 5-8 ചുവന്നുള്ളി ഉണ്ട്, 2-3 വെളുത്തുള്ളി ഉണ്ട്, 2-3 പച്ചമുളകുണ്ട്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു സ്പൂൺ നല്ല ജീരകം, പിന്നെ 5-10 ചക്കക്കുരു നീളൻ അരിഞ്ഞിട്ട് അത് വറുത്തിടാൻ വേണ്ടി, തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന പോലെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അരമുറി തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ വേറെ വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി പുരട്ടി വെക്കുക കേട്ടോ. വെള്ളം ഇതാക്കണ്ട, വെറുതെ ആ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി പുരട്ടി അവിടെ വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചക്കക്കുരുവിലും പുരട്ടി വെക്കണം. അതിലൊരു 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് പുരട്ടി വെക്കുകയാണ്. ഈ ചക്കക്കുരു ഇതുപോലെ വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ ചോറിലേക്ക്. അതെപ്പോഴും നമ്മൾ വറുത്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. നന്നായി മൊരിച്ചെടുക്കരുത്. നന്നായി മൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കടിച്ചാൽ കിട്ടാതെയാവും. ഒരുവിധം ആക്കി മൊരിച്ചെടുക്കണം. പിന്നെ ഇനി അതിലേക്ക് നമുക്കൊരു ചമ്മന്തി ഒതുക്കിയെടുക്കണം. ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യാൻ വേണ്ടുള്ളൂ. ആ എടുത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് വല്ലാതെ അരഞ്ഞു പോവരുത്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 4-5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ പുരട്ടി വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, ആ ചക്കക്കുരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കുമ്പോൾ പെട്ടെന്ന് മൊരിയും, അപ്പോൾ നമുക്കത് ഉള്ളു വേവാതെയാവും. ഇത് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പാകമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ലോണം മൊരിച്ചെടുക്കരുത്. നമുക്കിങ്ങനെ കടിച്ചാൽ കിട്ടുന്ന ആ പാകമായി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അത് ഒരു 5-6 മിനിറ്റ് വേണ്ടുള്ളൂ. പെട്ടെന്ന് വേവും കേട്ടോ. ഈ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് പെട്ടെന്ന് വേവും. അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ഇടിച്ചക്കയും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടിച്ചക്ക എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായി വേറിട്ട രീതിയിൽ കിട്ടും. നമ്മൾ വേവിച്ചിട്ട് അത് ക്രഷ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂട്ടി യോജിച്ച പോലെയാണ്, ഇങ്ങനെ അങ്ങോട്ടും വേറിട്ട നിലയ്ക്ക് കിട്ടാറില്ല. ഇതുപോലെ ആകുമ്പോൾ എപ്പോഴും തോരൻ ഉണ്ടാക്കാനും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ബീഫൊക്കെ കട്ട്ലറ്റൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ ആയി കിട്ടും. ഞാനിതിൻ്റെ മുന്നേ ഇടിച്ചക്ക വെച്ചിട്ടൊരു ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ 1 കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും നന്നായി വറുത്തെടുക്കുക. നന്നായി ഇങ്ങനെ മൊരിഞ്ഞ് വറുത്ത് വരണ്ട, നല്ല വറുത്ത ഒരു മണം വരുന്ന വരെ ആക്കിയെടുത്താൽ മതി. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. വേപ്പിലയും നാളികേരം കൂടെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ആ വേപ്പിലും കൂടെ അതിൻ്റെ കൂടെ മൊരിഞ്ഞ് വരുമ്പോൾ. എന്നിട്ട് അതും കൂടെ വറുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുമില്ല, ഇതേ പാനിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നാളികേരം നന്നായി മൊരിയണതിൻ്റെ മുന്നേ ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ചൂടാറുമ്പോൾ നല്ലോണം മൊരിഞ്ഞ് ഇതായി വരും കേട്ടോ. അപ്പോൾ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ആയാലും മതി. ഒരു കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ വേണ്ടൂ കേട്ടോ. ഞാനിതിൽ കടുക് വറുക്കണതും വറ്റൽമുളക് വറുക്കണതും മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങളതിൽ കടുകും വറ്റൽമുളകും വറുത്തതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ, ആ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൊമ്പ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇടിച്ചക്കയിലും ചക്കക്കുരുവിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായി ഇളക്കി മീഡിയം തീയിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഈ ഇടിച്ചക്കയുടെ വെള്ളം, നാളികേരത്തിൻ്റെ വെള്ളം, പിന്നെ അത് മൂടി വെക്കുമ്പോൾ ആ നീരാവി വന്നിട്ടുള്ള ആ വെള്ളം മതി ഇത് വേവാനായിട്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടായിരിക്കും. അത് നന്നായി വെന്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായി വേറിട്ട പോലെ തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവും
പിന്നെ നാളികേരം വറുത്ത് വേപ്പിലും നാളികേരം കൂടെ വറുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. പിന്നെ ഇറക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുറച്ച് ഒരു ടീസ്പൂണ് മറ്റേ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതെന്ത് വിഭവം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പറയണം. എന്നാലേ ഞങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പികൾ